അങ്ങനെ രാത്രിയിലെ നയനയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം അത് അനിയുടെ വിവാഹത്തിനൊക്കെ ശേഷമുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ അനി രാത്രിയിൽ ആദർശ് നയനയും ഇങ്ങനെ ഉറങ്ങാതിരിക്കും. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ആദർശ് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് നയന വിളിക്കുമ്പോഴേക്കും നയന ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ ആദർശ് ചേട്ടാ, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. നയനയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് നയന പോയിട്ട് ഇൻഹേലർ എടുക്കുന്നുണ്ട്. ഇൻഹേലറൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പോലും ആദർശിന് യാതൊരു മാറ്റവും വരുന്നില്ല. അയ്യോ ആദർശ് ചേട്ടാ എന്താ പറ്റിയത്, ഇത് ഉപയോഗിച്ചിട്ട് മാറ്റമില്ലെന്ന് ചോദിച്ച് നയന ഒത്തിരി പേടിക്കുന്നുണ്ട്. ആദർശയുടെ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞിട്ട് നയനോട് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. ഇല്ല നയന, എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എല്ലാവരെയും വിളിക്കാം, ആശുപത്രിയിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ആദർശിനെ താങ്ങി പിടിച്ചുകൊണ്ട് താഴേക്ക് വന്നിട്ട് മുത്തശ്ശി അനി എല്ലാവരും വിളിക്കുകയാണ്. പക്ഷെ ആരിങ്ങനെ വിളിയേക്കുന്നില്ല കേട്ടോ. അപ്പോൾ സമയം നല്ല രാത്രിയിലായിട്ടുണ്ട്. അങ്ങനെ നയന അങ്ങനെ ആദർശിനെ താങ്ങി കൊണ്ടുവരുമ്പോഴേക്കും ആദർശ് ശരിക്കും വീഴാറാകുകയാണ്. പക്ഷേങ്കിൽ ആദർശിനെ താങ്ങി പിടിക്കാൻ പോലും ആരും എഴുന്നേറ്റില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് അനി സൗണ്ട് കേട്ട് ഇറങ്ങി വരികയാണ്. എന്തായിട്ടെന്ന് ചോദിക്കുമ്പം അയ്യോ ആദർശേട്ടാ എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട് അനിയും ഓടി വന്ന് പിടിക്കുന്നുണ്ട്. ആദർശേട്ടന് ഒട്ടും വയ്യ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അയ്യോ മുത്തശ്ശനോട് പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ഞാൻ കുറേ വിളിച്ചു, ആരും എഴുന്നേൽക്കുന്നില്ല, നമുക്കിപ്പോൾ അവരെ വിളിക്കാനുള്ള സമയമൊന്നും ഇല്ലയെന്നും പറഞ്ഞിട്ട് നയനയും അനിയും കൂടെ കൂടിയിട്ട് ആദർശിനെ പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഡോറൊക്കെ തുറന്നവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്ക് സെക്യൂരിറ്റി ഓൾ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശേട്ടൻ്റെ സുഖമില്ല, ഞങ്ങൾ കൊണ്ടുപോവാം, അവരെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് നയന ആദർശിനെയും കൂട്ടി പോവാണ് കേട്ടോ. അപ്പോൾ അനിയൊക്കെ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനോട് പറയാണ്, എന്തോ ഒരു സൗണ്ട് കേട്ടില്ലേ, ഒരു വണ്ടി പോകുന്ന പോലെയോ, നയനമോളുടെ സൗണ്ട് ഞാൻ കേട്ടു മുത്തശ്ശന്ന് വിളിക്കുന്നത് പോലെയെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയും പെട്ടെന്ന് എഴുന്നേറ്റ് അവർ ഹാളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഇതുപോലെ സൗണ്ട് കേട്ടുമെന്ന് പറഞ്ഞിട്ട് ജയനും ദേവയാനിയും അതുപോലെ തന്നെ ചെറിയമ്മയും ചെറിയച്ചിയും എല്ലാവരും അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ വരുമ്പോഴേക്കും എന്താ ഒരു സൗണ്ട് കേട്ടതുപോലെ ഈ ഡോറ് തുറന്നെടുക്കുകയാണല്ലോ എന്ന് പറയണം മുത്തശ്ശൻ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സെക്യൂരിറ്റി കയറുന്നിട്ട് പറയുന്നുണ്ട്, ആദർശ് സാറിന് സുഖമില്ല, മേഡവും അനി സാറും കൂടി കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അയ്യോ എൻ്റെ മോൻ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ദേവേനെ പെട്ടെന്ന് നിലവിളിക്കുകയാണ്. അറിയില്ല എന്താ സംഭവിച്ചതെന്ന്, രണ്ടുപേരും കൂടി കാറെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്നെ കൂടെ ഒന്ന് വിളിച്ചില്ലായിരുന്നോ, അവരെന്നെ കൂട്ടാതെ കൊണ്ടുപോയില്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവിയാണ് ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നയനമോൾ ഒരുപാട് തവണ മുത്തശ്ശാന്ന് വിളിച്ചതുപോലെ എനിക്ക് തോന്നി, ഉറക്കത്തിലാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു വണ്ടി പോകുന്ന സൗണ്ട് കേട്ടു, നയനമോളെ നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ട്, നമ്മൾ ആരും എഴുന്നേക്കാത്തതുകൊണ്ട് മോൾ പോയതാണ് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അയ്യോ എൻ്റെ മോൻ എന്താ സംഭവിച്ചേ, ആരവർ ഫോണിലേക്ക് വിളിക്കുമെന്നും പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചെറിയമ്മ പറയാണ്, ഞാൻ അനിയുടെ ഫോണിലേക്ക് വിളിക്കാമെന്നും പറഞ്ഞിട്ട് അനിയുടെ ഫോണിൽ വിളിക്കുമ്പോഴേക്കും അനിയുടെ ഫോൺ റൂമിലിരുന്ന് റിങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് നവ്യ നയനെ വിളിച്ച് നോക്കുമ്പോഴും ആ ഫോണും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആദർശിൻ്റെ ഫോണും അനിയുടെ ഫോണും നയൻ്റെ ഫോണും എല്ലാം ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആദർശിനെ സ്ഥിരമായിട്ട് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഡോക്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് സംഭവിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയുന്നുണ്ട്, അറിയില്ല, എപ്പോഴത്തെ പോലെ തന്നെ ഇൻഹേലറൊക്കെ അടുത്തിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും കഴിച്ചതായിട്ടും എനിക്കറിയില്ല. ആവശ്യമായിട്ടും രാത്രി ആവാറായി ഓഫീസിൽ നിന്ന് വന്നപ്പം സാധാരണ പോലെ ഫുഡ് കഴിച്ച് കിടന്ന് ഉറങ്ങാമായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട്, അങ്ങനെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ദേവേനി പറയുന്നുണ്ട്, എന്നും കൊണ്ടുവന്ന ഹോസ്പിറ്റലിലേക്ക് ഇനി ആയിരിക്കും കൊണ്ടുപോയിരിക്കുക, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നയനയും അനിയൊക്കെ ഇരിക്കണം. നയന ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടിയിട്ട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, മോളെ എന്താ പറ്റിയ ആദർശം ചോദിക്കുമ്പോൾ അറിയില്ല മുത്തശ്ശ, എപ്പോഴും വരുന്ന പോലെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടുകയാണെന്ന് പറയുന്നുണ്ട്. ദേവേനെ വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളൊന്ന് വിളിച്ചു വരുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരുപാട് തവണ ഞാൻ നിങ്ങളെ വിളിച്ചതാ, ആരും എഴുന്നേക്കാത്തപ്പോൾ ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്നാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് ദേവേനെ ചോദിക്കുകയാണ്, എന്താ എൻ്റെ മോൻ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ടെസ്റ്റിലൊക്കെ എഴുതി കൊടുത്തിരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് എന്താ കാണണമെന്ന് അറിയില്ല, ഇൻഹേലറൊക്കെ എടുത്തിരുന്നു, അതും രക്ഷയില്ലാന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടെസ്റ്റിനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ ആദർശ് കണ്ണ് തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശിട്ട് എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ആദർശ് ദേവേനെ അടുത്ത് നിന്നിട്ട് പോലും നയനാന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈകളിൽ
കവിളിലേക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആദർശിട്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നയന. ഈ സമയത്ത് ഇത് കാണുന്ന ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. താൻ അടുത്ത് നിന്നിട്ടും നയനെ വിളിച്ചേന്. എന്നിട്ട് എന്താ മോനെ എന്താ സംഭവിച്ചതെന്ന് പോയി ചോദിക്കുകയാണ് കേട്ടോ ദേവയാനി. പറയുന്നുണ്ട്, അമ്മേ അത് വൈകുന്നേരം ഞാൻ ലേറ്റായിട്ടല്ലേ വന്നത്. ആ സമയത്ത് അവിടെ നൈറ്റ് കടയിൽ നിന്നും ഞാൻ ഐസ്ക്രീമൊക്കെ അവിടെ വണ്ടിയിൽ നിൽക്കുന്നത് കണ്ടു. അവിടുന്ന് കുറച്ച് ഐസ്ക്രീമും കഴിച്ചു, ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. പാടില്ലെന്നറിയാം, പക്ഷേങ്കിൽ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടറിയാം സംഭവിച്ചു പോയാന്ന് പറയുന്നുണ്ട്. ഇതും കേട്ടത് ഡോക്ടർ ആദർശ് നല്ല വഴക്ക് പറയുന്നുണ്ട്. എന്താ ആദർശ്, കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടതൊക്കെ നീ മറന്നുപോയോ? കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ കൂടില്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആദർശ് പെരുമാറുകയാണെന്നൊക്കെ ചോദിച്ച് ഡോക്ടർ വഴക്ക് പറയുന്നുണ്ട്. സോറി ഡോക്ടർ എന്ന് പറയുന്നതാണ് കേട്ടോ ആദർശ്. പെട്ടെന്നൊരു കൊതി തോന്നിയപ്പോൾ ഞാനൊന്നും ഓർത്തില്ല എന്ന് പറയാണ് ആദർശ്. അങ്ങനെ എല്ലാവരും അവിടെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കായിരിക്കും. അതിനുശേഷം നയനനെ അങ്ങോട്ടേക്ക് ഡോക്ടർ വിളിക്കുകയാണ്, നയനനെയും ദേവയാനിനെയും മുത്തശ്ശനെയൊക്കെ കൂടിയിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇദ്ദേഹത്തെ സൂക്ഷിക്കണം. കാരണം ആദർശിൻ്റെ ലങ്സിന് ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഇതിപ്പോൾ ആരംഭഘട്ടം നമ്മൾ അറിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാനേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. നയനെ പറയാണ്, ആദർശേട്ടനെ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിലെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഐസ്ക്രീം വീട്ടിലുള്ള ആരും തന്നെ കഴിക്കാറില്ല. ആദർശേട്ടനെ ഓർത്തിട്ട് തന്നെ പഠിപ്പിക്കാറോ ഇല്ല, പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയാണ്, അതൊക്കെ സ്വാഭാവികമായിട്ടും ആർക്കും സംഭവിച്ചു പോകാവുന്ന കാര്യമാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കണം, അത് മാത്രം ഓർത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഗുളികകളൊക്കെ എഴുതിത്തരാം, അതൊക്കെ അയാളെ കഴിപ്പിച്ചാൽ മതി, ഒരു മാസം കൊണ്ട് അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കേൾക്കുമ്പോൾ ഞാൻ നല്ലതായിട്ട് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, മോള് വിഷമിക്കണ്ട, അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഞാനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ആദർശ് പറയാണ്, അല്ല ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല ആദർശേട്ടാ, ഒരു മാസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ കുസൃതിയൊന്നും കാണിക്കരുതെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പറയാണ്, ഇന്ന് രാത്രി മൊത്തം ഇവിടെ കിടക്കട്ടെ, ട്രിപ്പൊക്കെ തിന്നതിന് ശേഷം രാവിലെ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, നയനോടുണ്ടല്ലോ അമ്മയും ബാക്കി എല്ലാവരും പോയിക്കോ, അനിയും നയനോട് നിന്നോളും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, അതെന്താടാ നിൻ്റെ അമ്മയല്ലേ ഞാനിവിടെ നിന്നെ നോക്കി നിന്ന എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം, അയ്യോ അതുകൊണ്ടല്ല, അമ്മ ഉറക്കളൊക്കെ ഉണ്ടാ, അമ്മയ്ക്ക് നടുവേനയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാണെന്ന് പറയുന്നു. വേണ്ട, ഞാനും നിന്നെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറയുമ്പോഴേക്കും ജയൻ പറയുന്നുണ്ട്, വേണ്ട ആദർശ് പറഞ്ഞതാ ശരി, നീ ബാ നമുക്ക് പോകാം, അനിമോനെ നീയും വേണമെങ്കിൽ പോരെ, അനാമിക അവിടെ നിന്നെ കാത്തു ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സാരില്ല, ഞാനിവിടെ ആദർശത്തിൻ്റെ കൂടെ നിന്നോളാം എന്ന് പറയുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട്, വേണ്ട നീ പോയിക്കോ, ഇവിടെ ഞാനുണ്ടല്ലോ, രാവിലെ ആദർശത്തോട് തന്നെ ഡ്രൈവ് ചെയ്ത് വന്നോളും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നയനയും ആദർശും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ബാക്കി എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, എന്താ താൻ പേടിച്ചു പോയെന്ന് ചോദിക്കുമ്പോൾ, പേടിച്ചു പോയെന്നോ, എനിക്ക് വല്ലാണ്ട് അങ്ങ് ആയിപ്പോയി ആദർശേട്ടാ, ഇനി ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, സോറിഡോ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നയനോടും പറയുന്നുണ്ട്. അങ്ങനെ രാത്രി മുഴുവൻ നയന ആദർശിനെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.